അൻസ വില്ലേജ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം പുതിയ വീഡിയോയിൽ പറയാനായിട്ടുള്ളത് നമ്മുടെ ക്രെറ്റയുടെ ഫേസ് ലിഫ്റ്റഡ് വേർഷനായ ബേസിക് മോഡൽ ആയിട്ടുള്ള ക്രെറ്റയുടെ ഡീറ്റെയിൽസും അതിന്റെ അഡീഷണൽ ഫിറ്റ്മെന്റ്സിനെ കുറിച്ചുമാണ് പറയാനായിട്ടുള്ളത്. അഡീഷണൽ ഫിറ്റ്മെന്റ് ചെയ്തേക്കുന്ന നമുക്ക് പുതിയ ക്രെറ്റ നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. അതേപോലെ അഡീഷണൽ ഫിറ്റ്മെന്റ് ഒന്നും ചെയ്യാത്ത പക്ക നമുക്ക് വണ്ടി മാനുഫാക്ചറിങ്ങിൽ തന്നെ ആയിട്ട് ഉള്ള ഒരു വേർഷൻ നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ രണ്ടിന്റെ ഒരു കമ്പാരിസൺ വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് പറയാനായിട്ടുള്ളത് എല്ലാവരുടെ അടുത്തും. ഓക്കെ, ഫ്രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ആദ്യം തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് LED പൊസിഷനിങ് ലാമ്പാണ് നമ്മുടെ ബേസിക് മോഡൽ വെഹിക്കിളിൽ നിന്ന് തന്നെ വരുന്നത്. LED പൊസിഷനിങ് ലാമ്പ് നമുക്ക് രണ്ട് സൈഡിലും കാണാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഫ്രണ്ട് ഗ്രിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അലുമിനിയം ഫിനിഷിലുള്ള ഹുണ്ടായുടെ ലോഗോയും അതുകൂടാതെ തന്നെ ഒരു കാസ്കേഡ് ഡിസൈൻ ഗ്രിൽ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് അലുമിനിയം ഫിനിഷിൽ തന്നെയുള്ള സ്കിഡ് പ്ലേറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഹെഡ്ലൈറ്റ് നമുക്ക് പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ബൾബ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് LED ബീം ആയിട്ടുള്ള ബൾബ് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, സൈഡ് പ്രൊഫൈലിലോട്ട് വരുമ്പോഴത്തേക്ക് സൈഡ് പ്രൊഫൈലിനകത്ത് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വീൽസിനെ കുറിച്ച് പറയാം. വീൽസ് നമുക്ക് 16 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. നമുക്ക് അലോയിലോട്ട് നമുക്ക് ചേഞ്ച് ഓവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ്. നമുക്ക് അപ്ഗ്രേഡും ചെയ്യാം. 17 ഇഞ്ച് വീൽസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ മിറർ യൂണിറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ബേസിക് മോഡലിൽ വരുന്നത് മാനുവൽ അഡ്ജസ്റ്റ്മെന്റ് ഉള്ള ഒരു മിറർ യൂണിറ്റ് ആണ് വരുന്നത്. അത് നമുക്ക് ഇന്റീരിയർ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇന്റീരിയർ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് 4 ഡോർ പവർ വിൻഡോസിന്റെ സ്വിച്ച് ഇവിടെ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് റിമോട്ട് ഫോൾഡബിൾ കീ സെൻട്രൽ ലോക്കിംഗ് ഉള്ളതുകൊണ്ട് അതിന്റെ ഡോർ ഓപ്പണിങ്ങും ലോക്കിങ്ങും അൺലോക്കിംഗ് ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്. മാനുവൽ അഡ്ജസ്റ്റ്മെന്റ് മിറർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെയാണ് നമുക്ക് അതിന്റെ നോബ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സീറ്റിന് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെയാണ് അതിന്റെ ലിവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇന്റീരിയർ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് 6 എയർ ബാഗ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 6 എയർ ബാഗ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ കോ ഡ്രൈവർ സീറ്റിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് സൈഡിൽ വരുന്നുണ്ട് കർട്ടൺ എയർ ബാഗ്സ്. അതേപോലെ തന്നെ നമുക്ക് സീറ്റ് സൈഡിലും എയർ ബാഗ്സ് വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 6 എയർ ബാഗ്സ് ആണ് വെഹിക്കിളിന് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. ബേസിക് മോഡലിൽ തന്നെ നമുക്ക് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എന്നുള്ള ഓപ്ഷന്, ഹിൽ അസിസ്റ്റ് കൺട്രോൾ എന്നുള്ള ഓപ്ഷന്, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ് എന്നുള്ള ഓപ്ഷന്, 4 ടയറും ഡിസ്ക് ബ്രേക്സും ആണ് വരുന്നത്. ഇന്റീരിയർ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ സ്പീഡോമീറ്റർ യൂണിറ്റ് എന്ന് പറയുന്നത് ഫുൾ ഡിജിറ്റൽ ആയിട്ടുള്ള സ്പീഡോമീറ്റർ യൂണിറ്റ് ആണ് വെഹിക്കിളിന് വരുന്നത്. ഇന്റീരിയർ സൈഡിൽ നമുക്ക് ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം നമുക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് 360 ഡിഗ്രി ക്യാമറ ഉൾപ്പെടെ നമുക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ AC യൂണിറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഇന്റഗ്രേറ്റഡ് ആൻഡ് ഇൻബിൽറ്റ് ആയിട്ടുള്ള നമുക്ക് സെന്റർ ആംറസ്റ്റ് വിത്ത് സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു യൂണിറ്റിൽ നമുക്കിവിടെ ഒരു ആംബിയൻ സ്പേസിംഗ് ഉള്ള ഒരു ഗ്ലോ ബോക്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള വെർഷനിൽ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റബിൾ ഉണ്ട്. സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് എന്ന് പറയുന്നത് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ്, അതായത് നമുക്ക് നമ്മുടെ റീച്ച് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതേപോലെ സ്റ്റിയറിംഗിന്റെ ഷേപ്പ് വരുന്നത് നമുക്ക് ഡി കട്ട് ഷേപ്പ് സ്റ്റിയറിംഗ് വരുന്നത്. താഴത്തെ ഭാഗം ഫ്ലാറ്റ് ബോട്ടം ആണ് അതിന്റെ ഷേപ്പ് വരുന്നത്. ഓക്കെ, പിന്നെ ഇന്റീരിയർ കളർ കോമ്പിനേഷൻ ഡിസൈൻ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഗ്രീജ് വിത്ത് ബ്ലാക്ക് ഫിനിഷ് കോമ്പിനേഷൻ ആണ് വരുന്നത്. അതേ ഡിസൈനിൽ തന്നെയാണ് നമുക്ക് ഡോർ പാനൽ യൂണിറ്റും വരുന്നത്. അതേപോലെ തന്നെ സീറ്റിന്റെ കളർ കോമ്പിനേഷനും അതേപോലെ തന്നെയാണ് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷനും ഉണ്ട്. ഓക്കെ, സെക്കൻഡ് റോ സീറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആമ്പിൾ ആയിട്ടുള്ള ഒരു ലെഗ് റൂം സ്പേസ് വരുന്നുണ്ട്. അതേപോലെ തൈ സപ്പോർട്ട് നമുക്ക് ഒട്ടും കുറയാതെയുള്ള തൈ സപ്പോർട്ട് വരുന്നുണ്ട്. ബാക്ക് സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു റയർ AC വെന്റ് യൂണിറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റയർ AC വെന്റ് യൂണിറ്റിന്റെ കൂടെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഫോൺ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ C ടൈപ്പ് ചാർജിങ് ഔട്ട്ലെറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെന്റർ ആംറസ്റ്റ് യൂണിറ്റ് നമുക്ക് ബേസിക് മോഡൽ വെഹിക്കിളിൽ തന്നെ സെന്റർ ആംറസ്റ്റ് യൂണിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൂടാതെ തന്നെ നമുക്ക് ഈ ഒരു മോഡലിൽ നമുക്ക് റിക്ലൈനിങ് ഓപ്ഷൻ ഈ ക്രെറ്റയുടെ ഈ ബേസിക് മോഡലിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. റിക്ലൈനിങ് ഓപ്ഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം.
റിക്ലൈനിങ് ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 60-40 സ്പ്ലിറ്റ് സീറ്റ് ഓപ്ഷൻ ആണ് വെഹിക്കിളിന് വരുന്നത്. അത് കൂടാതെ തന്നെ നമുക്ക് ഫസ്റ്റ് പൊസിഷൻ യൂണിറ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് പൊസിഷൻ ഇതാണ് ഫസ്റ്റ് പൊസിഷൻ റിക്ലൈൻ ചെയ്യാനുള്ള. നമുക്ക് കുറച്ച് ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോഴത്തേക്ക് ഒന്ന് റിലാക്സ് ചെയ്ത് നമുക്ക് ഇരിക്കണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ പ്രൊവിഷൻ ഉണ്ട്. ഇവിടുന്ന് നമുക്ക് ഒന്നും കൂടെ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ റിക്ലൈൻ ചെയ്തിട്ട് ഇരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ നമുക്ക് ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് ഫിക്സ് ചെയ്യാനായിട്ടുള്ള ആങ്കറിംഗ് പൊസിഷനും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഐസോഫിക്സ്. ബാക്ക് സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് കണക്ടിങ് ലൈറ്റ് വരുന്ന LED യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബേസിക് മോഡൽ തൊട്ട് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ക്രെറ്റ എന്നുള്ള റൈറ്റിംഗ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബൂട്ട് സ്പേസിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് 433 ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. 433 ലിറ്റർ ആയിട്ടുള്ള ഒരു ഹ്യൂജ് ബൂട്ട് സ്പേസ് നമുക്ക് വരുന്നുണ്ട്. ഇതിന്റെ താഴെ തന്നെ നമുക്ക് സ്പെയർ വീൽ യൂണിറ്റും അതിന്റെ ബാക്കി സ്പെയറും ജാക്കും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ അഡീഷണൽ ഫിറ്റ്മെന്റ് ചെയ്തേക്കുന്ന ക്രെറ്റയാണ് നമ്മളിപ്പോൾ ഡീറ്റെയിൽ പറയാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ 360 ഡിഗ്രി ക്യാമറ വെഹിക്കിളിന് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് സൈഡിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക്. പിന്നെ ഇന്റീരിയർ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ആഡ് ഓൺ ചെയ്തേക്കുന്ന കാര്യം എന്ന് പറയുന്നത് 360 ഡിഗ്രി ക്യാമറയും അതേപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറർ വിത്ത് ടേൺ ഇൻഡിക്കേറ്റർ യൂണിറ്റും ഈ വെഹിക്കിളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമറിന് ഡ്യുവൽ ടോൺ ഫിനിഷ് പെയിന്റ് വേണമായിരുന്നു, അതുകൊണ്ട് ഡ്യുവൽ കളർ കോമ്പിനേഷൻ നമ്മൾ വെഹിക്കിളിന് ചെയ്തിട്ടുണ്ട്. ഇന്റഗ്രേറ്റഡ് ആയിട്ട് നമ്മളൊരു റൂഫ് റെയിൽ യൂണിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ സൈഡ് വ്യൂ പ്രൊഫൈലിലുള്ള ലുക്ക്. അതുപോലെ കസ്റ്റമർ ആവശ്യപ്പെട്ട പ്രകാരം നമ്മൾ സൈഡ് എഡ്ജ് മൗൾഡിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡോർ സൈഡ് മൗൾഡിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡോർ എഡ്ജ് ഗാർഡും ഇതിനകത്ത് നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ആഡ് ഓൺ ചെയ്തേക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ അല്ല. ഈ സൈഡ് പാനൽ പ്രൊഫൈല് ഇതിന്റെ ഡോർ പാനൽ ഫുൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫുൾ ഓപ്ഷൻ മോഡലായ SXന്റെ പോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആൻഡ് ഫോൾഡിംഗ് മിറർ യൂണിറ്റ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഫംഗ്ഷനാലിറ്റീസും ടോപ്പ് എൻഡിന്റെ പോലെ തന്നെ ആഡ് ഓൺ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻസൈഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് ക്രെറ്റ എന്നുള്ള സ്കഫ് പ്ലേറ്റ് ബാഡ്ജിങ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമറിന്റെ പ്രിഫറൻസ് അനുസരിച്ച് ഇന്റീരിയർ സൈഡില് സീറ്റ് കവർ നമ്മൾ കമ്പനിയുടെ ഒറിജിനൽ സീറ്റ് കവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും എയർ ബാഗ് ഫ്രണ്ട്ലി സീറ്റ് കവർ ആണ് ചെയ്തേക്കുന്നത്. ഈ എയർ ബാഗ് എന്നുള്ള ഇവിടെ സൈഡിൽ നമുക്ക് ഓപ്പണിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എയർ ബാഗ് ഫ്രണ്ട്ലി സീറ്റ് കവർ ആണ്. കമ്പനിയുടെ ജെന്യുവൻ സീറ്റ് കവർ ആണ് ഇൻബിൽറ്റ് ആയിട്ട് നമ്മളിപ്പം ചെയ്തേക്കുന്നത്, ആഡ് ഓൺ ചെയ്തേക്കുന്നത്. ഇന്റീരിയർ സൈഡിലോട്ട് നമ്മൾ ആഡ് ഓൺ ചെയ്തപ്പോഴത്തേക്ക് ആഡ് ഓൺ ഫീച്ചർ എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾ ബേസിക് വെർഷനിലില്ല. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം 360 ഡിഗ്രി ക്യാമറ വരുന്ന ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം ആണ് ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് ചെയ്തേക്കുന്നത്. ഫ്രണ്ട് ക്യാമറ, ടോപ്പ് വ്യൂ ക്യാമറ എല്ലാം ആഡ് ഓൺ വരുന്ന ഒരു ബ്ലോപങ്ഡ് എന്നുള്ള കമ്പനിയുടെ മ്യൂസിക് സിസ്റ്റം ആണ് ആഡ് ഓൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതേപോലെ ബേസിക് മോഡലിൽ നമുക്ക് ഈ റൂഫ് ലാമ്പ് യൂണിറ്റ് വരത്തില്ല. റൂഫ് ലാമ്പ് യൂണിറ്റും സൺഗ്ലാസ് ഹോൾഡറും ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് കസ്റ്റമറിന് താല്പര്യം അനുസരിച്ച് തന്നെ നമ്മൾ ഇന്റീരിയർ കളർ കോമ്പിനേഷൻ ഗ്രീജ് വിത്ത് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ ആയത് കാരണം സീറ്റും അതേപോലെ തന്നെ ഗ്രീജ് വിത്ത് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ ഉള്ള കമ്പനിയുടെ ജെന്യുവൻ ആയിട്ടുള്ള സീറ്റ് കവർ തന്നെയാണ് ചെയ്തേക്കുന്നത്. അതേപോലെ ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റത്തിൽ 360 ഡിഗ്രി ക്യാമറ ഇൻബിൽറ്റ് ആയിട്ട് ചെയ്യണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് 360 ഡിഗ്രിയുടെ ക്യാമറയുടെ വ്യൂ നമുക്ക് ഇതിൽ കിട്ടും. ബ്ലോപങ്ഡ് എന്നുള്ള കമ്പനിയുടെ മ്യൂസിക് സിസ്റ്റം ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇതിൽ നമ്മളിപ്പം 360 ഡിഗ്രി ക്യാമറ ഇപ്പം ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേക്ക് ഇൻഡിക്കേറ്റർ യൂണിറ്റ് നമുക്ക് ഇതിൽ കറക്റ്റ് കാണാൻ പറ്റും. അതിന്റെ വ്യൂ നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റും. ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലെ വ്യൂ ആണ് നമുക്ക് കാണുന്നത്. ആ സൈഡിലെ ഡോർ തുറന്ന് വെച്ചേക്കുന്നതുകൊണ്ടാണ് നമുക്ക് വ്യൂ ഇങ്ങനെ കാണുന്നത്. കാരണം മിററിന്റെ യൂണിറ്റ് ഈ സൈഡിലോട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ യൂണിറ്റ് ഇടുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ യൂണിറ്റ് ഇടുമ്പോൾ റൈറ്റ് സൈഡ് വ്യൂവും കിട്ടും. അതേപോലെ ടോപ്പ് വ്യൂ പ്രൊവിഷനും നമുക്ക് കിട്ടും. ഓക്കെ, ഇത് കൂടാതെ നമ്മൾ റിവേഴ്സ് ഇടുമ്പോഴത്തേക്ക് നമുക്ക് റിവേഴ്സിന്റെ നമുക്ക് ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് തൊട്ട് പുറകെ തന്നെ ഒരു ഒബ്സ്റ്റക്കിൾ ഉള്ളതുകൊണ്ടാണ് ഇതിന്റെ സെൻസർ ബീപ്പ് ചെയ്യുന്ന നോയ്സ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, വാഹനത്തെ സംബന്ധിച്ചുള്ള എന്ത് വിവരങ്ങൾക്കും അതേപോലെ നമ്മളിപ്പം അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്തേക്കുന്ന ഡീറ്റെയിൽസിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയണമായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ അറിയാമല്ലോ, SS Hyundai തിരുവല്ല പെരുന്തുരുത്തിയിലാണ് ലൊക്കേഷൻ, നിയർ ടു ഗോപു നന്ദലത്ത് G-Mart. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.